ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടി മാഷിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് അച്ഛാ ഇങ്ങനെ ടെൻഷനാവുന്നത്? അവിടെ ശബരിയേട്ടനുണ്ടല്ലോ, ശബരിയേട്ടൻ ദേച്ചിയെ കൊണ്ടുവരുന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ തന്നെ ദാസ് പറയണേ, അത് മാത്രമല്ല അവിടെ ചീരുവും ഈ പറയുന്ന വിനയനും ഉണ്ട് എന്ന് പറയണേ. ഇത് കേട്ട ഉടൻ തന്നെ ചീരുവും വിനയനോ അവർ തമ്മിൽ ഒരുമിച്ചോ? അതെ, അവർ തമ്മിൽ ഒരുമിച്ച് ാണ്. മാത്രമല്ല വേറെ ഒരു വിശേഷമുണ്ട് അണ്ണ എന്ന് പറഞ്ഞ ഉടനെ അതെന്താന്ന് ചോദിക്കുമ്പോൾ ചീരു ഇപ്പോൾ വിനയൻ്റെ വീട്ടിലാണ്. എന്താ ഈ പറയുന്നത്? ചീരു വിനയൻ്റെ വീട്ടിലാണെന്നോ? അതെ, ചീരുവിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ കുട്ടി വന്നത് മുതൽ ഞെട്ടോട്ടം ഓടുകയാണ്, അവൾക്ക് യാതൊരു റെസ്റ്റും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയണേ. അവൾക്ക് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിനയൻ്റെ കൂടെ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് പറയട്ടെ. ഇത് കേട്ട ഉടനെ മാഷ്, ഇതെനിക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വിശ്വസിക്കാം, അവർ പോയിരിക്കുന്നു, ഇനി ചീരു വരുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന മാഷ് അങ്ങ് പൊട്ടിക്കരയുന്നത് പോലെ അങ്ങ് കരഞ്ഞിട്ട് മാഷ് പറയണേ, ചിരിക്കണോ കരയണോ എന്നറിയാതെ മാഷ് പറയണേ, ഒരു സങ്കടത്തിൻ്റെ അപ്പുറത്ത് ഒരു സന്തോഷം ദൈവം എനിക്ക് തരും, അതും ഇന്ന് അങ്ങനെയാണ് എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം അണ്ണൻ ഒന്ന് പോയി കിടക്കുക, അണ്ണന് നല്ല റെസ്റ്റാണ് ഇപ്പോൾ വേണ്ടത്, അണ്ണൻ പെട്ടെന്നൊന്ന് പോയി കിടക്കുക എന്ന് പറയട്ടെ. അങ്ങനെ മാഷ് അത് പറയുമ്പോൾ, ദാസ് അത് പറയുമ്പോൾ മാഷ് അകത്തോട്ട് പോകുമ്പോൾ മഞ്ചാടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മഞ്ചാടിയോട് പറയണേ, എന്താ നീ കിടക്കുന്നില്ലേ, നീ പോയി കിടന്നോളൂ എന്ന് മഞ്ചാടിയോടും ദാസ് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചിരുവിനെയാണ് കാണിക്കുന്നത്. തൻ്റെ കഥകിൽ ഇങ്ങനെ ആരോ തട്ടാണ്. അപ്പോൾ ചിരു ആരാന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ വിനയനാണെന്ന് പറയണം. അപ്പോൾ ചിരു കഥക് തുറക്കുകയാണ്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതേ ചിരു, നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്ന് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും വിനയൻ അകത്തോട്ടങ്ങ് ഇടിച്ചു കയറാൻ കേട്ടോ. എന്നിട്ട് വിനയൻ കഥകങ്ങ് കുറ്റിയിടുമ്പോൾ ചീരി പറയണേ, നിങ്ങളെന്തിനാ എന്നെ കുറ്റിയിടുന്നത് എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയണേ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് വിനയൻ പറയണേ. കാര്യം പറയാനുണ്ടെങ്കിൽ പുറത്ത് നിന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഉടനെ, അതെ നിന്നോട് മാത്രമായി പറയാനുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ചീരി പറയണേ, എനിക്ക് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് താല്പര്യമില്ല, നിങ്ങളൊന്ന് പോ എന്ന് പറഞ്ഞ ഉടനെ വിനയൻ പറയണേ, ഇത്രയും നേരം നീ എനിക്കൊപ്പം തന്നെ അല്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞോട് തന്നെ ചിരി പറയണം, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇത് നിങ്ങളുടെ വീട്, ഇര വലയിൽ വീണു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ പുറത്തെടുക്കും, അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞേക്കനെ വിനയം പറയണേ. ചീരു, അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് നിന്നോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചീരുവിൻ്റെ ഷോൾഡറിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ ചീരു പറയണം, മാറി നിൽക്കുക, എന്നെ തൊടല്ലേ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ചീരു, ഞാൻ എന്നെ ഉപദ്രവിക്കാനല്ല, നിങ്ങൾ ഇപ്പം തന്നെ എന്നെ ദാസങ്ങളുടെ വീട്ടിലോട്ട് ആക്കി തന്നൂടെ, എനിക്കിവിടെ നിൽക്കാൻ ധൈര്യമില്ല, നിങ്ങളുടെ വീടാവുമ്പോൾ നിങ്ങളുടെ ആ കുബുദ്ധി നിങ്ങൾ ഉപയോഗിക്കും, അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സുകൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ചീരു ഡ്രസ്സുകൾ എടുത്ത് പുറത്തോട്ട് കടക്കാൻ ശ്രമിക്കുമ്പോൾ വിനയൻ, ചീരു ഞാനൊന്ന് പറയട്ടെ, നിന്നോട് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ, നിങ്ങൾ സംസാരിക്കണം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചീരു, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ചീരു, എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ടെൻഷനെയും മനസ്സിലാക്ക്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ചീരു, നീ എൻ്റെ കൂടെ വേണം ചീരു നീ വാ എന്നൊക്കെ പറഞ്ഞ് വിനയൻ കയറി പിടിക്കാനായിട്ടാ. പിന്നീട് കൈകൾ ഇങ്ങനെ പിടിച്ചു വെച്ച് ചീരുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ചീരു പിന്നീട് ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരിക്കും. ചീരു അങ്ങ് നിലവിളിച്ചും കൊണ്ട് ചീരു എണീറ്റ് നിൽക്കണം കേട്ടോ. ഇതേ സമയം ചീരു അങ്ങ് എണീക്കുമ്പോൾ ലതിക ചോദിക്കുക, എന്താ മോളെ ഒന്നുമില്ല, എന്താ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചത്, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ദുസ്വപ്നം കണ്ടതാണ് എന്ന് പറയട്ടോ. ദുസ്വപ്നമായിരുന്നോ? എൻ്റെ മോളെ കിടന്നോ? അല്ല, എനിക്ക് കുറച്ച് വെള്ളം വേണം, എന്നാൽ ഞാൻ പോയി എടുത്തു കൊണ്ടുവരാം. അത് വേണ്ട അമ്മേ, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് ഹോളിലോട്ട് ചെല്ലാനിട. പിന്നീട് ചീരുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചീരു വെള്ളം പതുക്കെ കുടിക്കുമ്പോൾ ലതിക വന്നിട്ട് പറയണേ, എൻ്റെ മകനെ ആയിരിക്കില്ലേ നീ സ്വപ്നം കണ്ടത്? എൻ്റെ മകൻ നിന്നെ ഉപദ്രവിക്കുന്ന സ്വപ്നമായിരിക്കില്ലേ? അപ്പോൾ ഇതിന് ചീരി പറയണേ, അല്ലമ്മ, വിനയനെ തന്നെയാണ് സ്വപ്നം കണ്ടത്, പക്ഷെ ഉപദ്രവിക്കുന്ന സ്വപ്നമല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ എൻ്റെ മകൻ നിന്നെ ഒരിക്കലും ഇനി ഉപദ്രവിക്കാൻ വരില്ല, ഒരിക്കലും നിൻ്റെ പിറകെ എൻ്റെ മകൻ നടക്കുകയില്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി എൻ്റെ മകൻ വരുള്ളൂ. അങ്ങനെ ഒരു വിനയനെ എനിക്ക് ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല. എന്തായാലും ഈ കണ്ടത് നല്ലതിനാണെന്ന് വിചാരിച്ച് എൻ്റെ മോൾ കിടക്കാൻ നോക്കി എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ചീരുവിന് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. തൻ്റെ ഉറക്കത്തിൽ ആ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടെങ്കിലും തൻ്റെ അടുത്തോട്ട് വിനയം വന്നില്ല എന്ന ആ ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നു. ഇതേ സമയം ഇങ്ങനെ ശബരിയാണ് കാണിക്കുന്നത്. പുലർച്ചെയായി തട്ടുകടയിൽ പോയി ദയക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുന്നത്, അതായത് ചായയും പലഹാരമൊക്കെ ഇങ്ങനെ മേടിക്കുകയാണ്. അങ്ങനെ ശബരി അത് വാങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. എന്നാൽ ദയാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കോൺസ്റ്റബിൾ വന്നിട്ട് വിളിക്കുകയാണ്, ദയ എനിക്ക് എന്ന് പറയുമ്പോൾ, എന്താ നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, നിൻ്റെ വീടല്ല എന്ന് പറയട്ടെ. അപ്പോഴേക്കും സോറി മാഡം, ഞാൻ എൻ്റെ വീടാണെന്ന് കരുതി എന്ന് പറയണേ. അതെ, നിൻ്റെ ഭർത്താവ് നിനക്കുള്ള ചായയും പലഹാരവുമായും പുറത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മുഖം കഴുകി നിൽക്കുക എന്ന് പറയട്ടെ. ഇതേ സമയം ദയ കിടന്ന ബെഡ് ആ ഒരു പുതപ്പുണ്ടല്ലോ, ഒരു ബെഞ്ചിലാണ് കിടക്കുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ മടക്കി വെച്ച്
കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദയയും കൊണ്ട് കോൺസ്റ്റബിൾ മുഖമൊക്കെ കഴുകിയതിന് ശേഷം പുറത്തോട്ട് കൊണ്ടുപോയി പോവുകയാണ്. അപ്പോൾ ശബരി ഇങ്ങനെ ചായ ഇങ്ങനെ ദയ നിനക്കിതാ ചായ എന്ന് പറയട്ടോ. അപ്പോഴേക്കും കോൺസ്റ്റബിളിനോട് ശബരി ചോദിക്കുകയാണ്, ദയ എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. അതിനെന്താ കുഴപ്പമൊന്നുമില്ലാത്ത, പുറത്തോട്ട് പോകാൻ പാടില്ലെന്ന് പറയണം. ശരി പോവില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ദയ ചോദിക്കണം, ശബരിയേട്ട ഇതുവരെ പോയില്ലേ? ഇല്ല ഞാൻ പോയില്ല, എനിക്ക് വേണ്ടി ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ ശബരിയേട്ടൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്, അതൊക്കെ എൻ്റെ കടമയല്ലേ ദയെ എന്ന് ഉടൻ തന്നെ പറയാണ്, അല്ല അപ്പോൾ ശബരിയേട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമല്ല, ഇവിടെ വിനയനും ചിരുവും ഉണ്ടായിരുന്നു. പിന്നെ ചിരുവിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച് വിനയൻ്റെ കൂടെ. എന്ത് വിനയേട്ടൻ്റെ കൂടെ ചിരു പോവുക? വിശ്വസിക്കാനാവുന്നില്ല. എന്താ ശബരിയേട്ട ഈ പറയുന്നത്? അതെ, വിനയൻ്റെ കൂടെ തന്നെ ചിരു പോയി. അവൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സുകളൊന്നും കൊടുത്തിട്ടില്ല. വിനയൻ്റെ വീട്ടിലാണ് ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു. ആ ഡ്രസ്സ് എടുക്കാൻ വിനയൻ്റെ കൂടെ പോയെന്ന് പറയുമ്പോൾ ദയ പുഞ്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാരണം അങ്ങനെ ഒരു നല്ല പ്രവൃത്തിയും നടന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ ദയയോട് ശബരി പറയണം തീർച്ചയായും എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ദയ പറയുന്നുണ്ട്, ശബരിയേട്ട ഇനി എൻ്റെ വിധി എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം, അവൻ ഇന്ന് രാവിലെ ആയല്ലോ, അതുകൊണ്ട് തന്നെ അവന് ബോധം വരുമ്പോൾ അവൻ്റെ മൊഴിക്കനുസരിച്ചായിരിക്കും ഇനി നിൻ്റെ മുന്നോട്ടുള്ളത്. അവൻ തിരിച്ച് മൊഴി പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒഴിവാവാമെന്ന് പറയട്ടെ. അപ്പോൾ ദയ പറയണേ, എനിക്ക് ആ നിമിഷം അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കുത്തിയത്. ജയിലിൽ പോയി കിടക്കുന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ കുത്തിയത്. ശബരിയേട്ടനെ പോലും ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദയ കരയാണ്. അപ്പോൾ തന്നെ ശബരി പറയണ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വിഷമിക്കേണ്ട. എന്നാലും എൻ്റെ അച്ഛൻ്റെ കാര്യം, രണ്ടച്ഛന്മാർക്കും നിന്നെക്കുറിച്ച് ഓർത്ത് വലിയ സങ്കടമാണ്. എന്തായാലും ഇനി കഴിയട്ടെ, മിഥുൻ്റെ പ്രശ്നങ്ങൾ അവനെങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് അറിയില്ലല്ലോ, അത് കഴിഞ്ഞ് ബാക്കിയാവാം എന്ന് പറയട്ടോ. ഇതേ സമയം സോനിയാണെങ്കിൽ വിച്ചുവിന് ഒരുപാട് ഭക്ഷണം പാല് കൊടുക്കാൻ ശ്രമിക്കണം. വിച്ചു വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സത്യൻ അങ്ങോട്ടേക്ക് വരണം, എന്തിനാ സോനി നീ ഇങ്ങനെ വിച്ചുവിനെ ഏറ്റെടുത്തത്? പിന്നെ ഞാനെന്ത് ചെയ്യും? അമ്മയും ഇന്ദ്രേട്ടനും ഞങ്ങളുടെ കൈകളിൽ തന്നു പോയി. അപ്പോഴേക്കും പ്രതിഭ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളിത് ഏറ്റെടുക്കും എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവർ ഈ നടക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ പ്രതിഭ പറയാണ്, അതെങ്ങനെ ശരിയാവും സത്യേട്ടാ? ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലാക്കി കഴിഞ്ഞാൽ വൈരാഗ്യമൊന്നും കുഞ്ഞിനോട് കാണിക്കാൻ പറ്റില്ലല്ലേ? അമ്മയും ഇന്ദ്രേട്ടനും കാട്ടിക്കൂട്ടുന്ന അതൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉടനെ സത്യം പറയാണ്, എൻ്റെ പേടി ഇപ്പോൾ അതൊന്നല്ല, അമ്മയും ഇന്ദ്രേട്ടനും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ സോന പറയാണ്, അനുചേച്ചിയെ ഇറക്കി വിടാനായിരിക്കും എങ്കിൽ പിന്നെ അമ്മയും ഇന്ദ്രേട്ടനും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, ഈ മക്കളെ പിന്നെ കിട്ടില്ല എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം പ്രതിഭയുടെ അമ്മയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ എണീറ്റിട്ട് ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ്. പിന്നീട് സുധനുള്ള ചായയുമായി പോകുന്ന സമയത്ത് വിൻഡോയിലുള്ളിലൂടെ ഗേറ്റ് തുറന്ന് സുശീല കയറി വരുന്നതാണ്. അങ്ങനെ പ്രതിഭയുടെ അമ്മ ചെന്നിട്ട് ഇങ്ങനെ സുധനോട് പറയണം, സുശീല വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ സീനിലാണ് നമ്മുടെ അനുപമ കത്തിക്കുന്ന ആ ഒരു സീൻ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നീട് രവികുമാറിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ രവിയോട് സംസാരിക്കുന്നതും പിന്നീടാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. എന്തായാലും ഇനി ചീരുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമ്പോൾ ഇപ്പുറത്ത് ഇനി എന്തായാലും സുശീലയുടെ പതനത്തിന് തുടക്കം കുറിച്ചു കേട്ടോ.